ഇന്ന് നമ്മളിപ്പോ പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി എൻ്റെ മുമ്പിലുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷവും ടീച്ചർമാരും പാരൻസുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ രക്ഷിതാക്കളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പഠന വൈകല്യം എന്ന് പറയുന്ന ഏതൊരു വിഷയമായാലും ഒരു മെഡിക്കൽ വിഷയമാകുമ്പോൾ സാധാരണക്കാരുടെ ഭാഷയിലേക്ക് മനസ്സിലാക്കുന്ന രീതിയിലും ടീച്ചേഴ്സിന്റെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മെഡിക്കൽ ഭാഷ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാറുണ്ട്. പക്ഷെ ഇവിടെ പാരൻസും കൂടി ഉള്ളതിന്റെ പേരിൽ സാധാരണക്കാരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പഠന വൈകല്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയാണ്. എൻ്റെ പേര് ദിനേശ്. കഴിഞ്ഞ 10-16 വർഷമായി പഠന വൈകല്യം, ഓട്ടിസം, സെർബ്രൽ പാൾസി തുടങ്ങിയ രോഗങ്ങളിൽ ചികിത്സയും അതേപോലെ ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. പഠന വൈകല്യങ്ങളിൽ ഏറ്റവും അവസാനമായി ഞങ്ങൾ നടത്തിയ ഗവേഷണം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ സെന്റർ ഫോർ ഡിസേബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കീഴിലാണ് ഞങ്ങൾ അവസാനമായി നടത്തിയ ഗവേഷണങ്ങൾ. ഈ ഗവേഷണങ്ങളിലെല്ലാം തന്നെ ആയുർവേദവും മറ്റ് പഠന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ശാസ്ത്രശാഖകളുണ്ടോ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പരിഹാര രീതികൾ ആണ് കൂടുതലും ഗവേഷണ വിധേയമാക്കിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പഠന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. പഠന വൈകല്യങ്ങൾ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു രോഗമല്ല, അല്ലെങ്കിൽ ഒരു അവസ്ഥയല്ല. ഒരുപാട് അവസ്ഥകൾ ഒരുമിച്ച് കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പേര് ഇതിന് കിട്ടിയിട്ടുള്ളത്, പഠന വൈകല്യങ്ങൾ. അത് ഞാൻ വിശദമായി നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗൂഗിൾ മീറ്റിലുള്ള ആളുകൾക്ക് സ്ലൈഡ് കാണുന്നുണ്ടോ? ബബിത, സ്ലൈഡ് കാണുന്നുണ്ടോ? കാണുന്നില്ല. ഡോക്ടർ അരുൺ, ഗൂഗിൾ മീറ്റിലുള്ള ആളുകൾക്ക് സ്ലൈഡ് കാണുന്നില്ല എന്ന് പറയണം. അതിപ്പോ പ്രസന്റ് ചെയ്യുന്നുണ്ട് സർ. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത്, കോൾ ചെയ്തിട്ടല്ല, വാട്സപ്പ് ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ തന്നിട്ടുള്ളത്. കോൾ ചെയ്താൽ പലപ്പോഴും എടുത്തോളാം നിർബന്ധമില്ല. പ്രധാനമായും ഞങ്ങൾ ആയുർവേദത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് വിജ്ഞാനം ഔഷധീനാം ശ്രേഷ്ഠമെന്നാണ്. ഏറ്റവും പവർഫുൾ മെഡിസിൻ ഏതാണ് ലോകത്തുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം തിരിച്ചറിവ് എന്നാണ്. ജ്ഞാനമല്ല, വിജ്ഞാനം, വിശേഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, വിശകലനം ചെയ്ത് തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം. അതിന്റെ പേരിൽ നമ്മളിപ്പോ ഇരിക്കുന്നത് ആ ഔഷധത്തിന് വേണ്ടിയിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിന്റെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത്. കോട്ടക്കൽ ആയുർവേദ കോളേജിന്റെ 2 വിഭാഗങ്ങളാണ് പഠന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്
ആയുർവേദ സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആയുക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിഫറൻഷ്യൽ എബിലിറ്റീസ്, ഇത് സംസ്ഥാന ഗവൺമെന്റ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമാണ്. ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വാക്കിന്റെ അർത്ഥം ഒരൊറ്റ ചികിത്സാ രീതി മാത്രമല്ല, വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ ഓട്ടിസവും സെറിബ്രൽ പാൾസിയും ജന്മനായുള്ള വിവിധ തരത്തിലുള്ള വൈകല്യങ്ങളും ഒപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പഠന വൈകല്യങ്ങളും ഞങ്ങൾ ചികിത്സിച്ചു പോവുകയും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ പറയുകയാണ്, ആയുർവേദം എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ ഓടി വരുന്നത് കുറെ ഉഴിച്ചിലും പിഴിച്ചിലും കഷായവും ഒക്കെയാണ് എങ്കിൽ അതല്ല ആയുർവേദം എന്നുള്ളത് ഇത്തരുണത്തിലെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഒരു കാരണവശാലും കഷായം എന്നല്ല, ഒഴിച്ചിരുന്നല്ല, പിഴിച്ചിരുന്നല്ല, മറിച്ച് ചില അറിവുകളെ കുറിച്ച് ആണ് ആയുർവേദം പറയുന്നത്. ആ അറിവ് എന്ന് പറയുന്നത് ആയുസ്സിന്റെ അറിവ് എന്നാണ് പറയുക. ഒരാള് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രോഗം വരും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗം വരാണ്ടിരിക്കും, എന്തൊക്കെ ചെയ്താൽ പെട്ടെന്ന് തട്ടിപ്പോവും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിപ്പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേക തിരിച്ചറിവ്, ആ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ അർത്ഥം. അല്ലാതെ കഷായം കുടിപ്പിക്കുക എന്നല്ല, അല്ലെങ്കിൽ ഒഴിച്ചിലും പിഴിച്ചിലും ചെയ്യാന്നല്ല, ധാര ചെയ്യാന്നല്ല എന്നുള്ളത് പ്രത്യേകം ഒന്ന് മനസ്സിൽ വെക്കുക. എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ 70% കാര്യങ്ങളും സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തൊട്ട് തുടങ്ങി മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം എങ്ങനെ ജീവിക്കണം, എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെയാണ് അവൻ രാവിലെ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത് എന്ന് പറയലാണ് ആയുർവേദം യഥാർത്ഥത്തിൽ. അല്ലാതെ മരുന്ന് കഴിപ്പിക്കലോ കഷായം കുടിപ്പിക്കലോ അല്ല എന്നുള്ളത് പ്രത്യേകം തിരിച്ചറിയുക. പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായില്ല. കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, വായനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ശ്രദ്ധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങള് ഇതൊരു രോഗാവസ്ഥയല്ല, ഇതൊരു രോഗമല്ല. ഇത് മറിച്ചൊരു എല്ലാവരുടെയും തലച്ചോറ് ഒരേപോലെയല്ല, എല്ലാവരുടെയും സാമൂഹിക സ്ഥിതി ഒരേപോലെയല്ല, എല്ലാവരെയും പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഒരേപോലെയല്ല, എല്ലാവരും ഒരേ സിലബസിൽ പഠിക്കുന്നില്ല. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ചില പ്രത്യേകതകളുടെ ഭാഗമായുള്ള ഒരവസ്ഥയാണ്. ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്, ഞാനൊരു പഠന വൈകല്യമുള്ള ഒരാളായിരുന്നു. എനിക്ക് അരിത്മാറ്റിക് ഡിസോർഡർ എന്നാണ് എൻ്റെ പ്രശ്നമായിരുന്നത്. ആ പഠന വൈകല്യം പലപ്പോഴും തുടങ്ങിയത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഗുണന പട്ടിക പഠിപ്പിക്കുകയാണ്. ഗുണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച് ഗുണന പട്ടിക ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് ടീച്ചർ 2 ഗുണം 2 4, 3 ഗുണം 2 6, അപ്പൊ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവസാനം 3 ഗുണം 0 0 എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്തില്ല. അതെങ്ങനെ ഈ ഗുണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടേണ്ടുന്ന ഒരു സാധനം, അത് 3 ഗുണം 0 എന്ന് പറഞ്ഞപ്പോ ഇല്ലാണ്ടായി പോകുക എന്ന് പറഞ്ഞ ആ സങ്കല്പം ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അന്നു മുതൽ ഗുണനം പഠിക്കണ്ട എന്ന് തീരുമാനിക്കാനുണ്ടായത്. പക്ഷെ ടീച്ചറോട് ചോദിച്ചാൽ മതിയായിരുന്നു. ചോദിക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു, അതിന്റെ പേര് ചോദിച്ചില്ല. പിന്നെ അവിടെ നിങ്ങളുടെ കണക്കിൽ മാർക്ക് കുറയാൻ തുടങ്ങി. പിന്നെ കണക്ക് ഒരിക്കലും എന്നെ ശല്യപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ടാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് എന്നെ എത്തുന്നത് തന്നെ. പക്ഷെ കണക്ക് എന്നെയും കൊണ്ടേ പോകുള്ളൂ. ഇപ്പോഴും ഒരുപാട് കണക്കുകളുടെ ഉള്ളിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് കണക്കിന്റെ പേര്. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു 12 അല്ലെങ്കിൽ 13 അക്കങ്ങൾ ഒരുമിച്ചിട്ട് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്റെ എപ്പോഴും തെറ്റും. ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എപ്പോഴും തെറ്റും. അതൊരു പഠന അരിത്മാറ്റിക് ഡിസോർഡറിന്റെ ഒരു പ്രശ്നമാണ്. അരിത്മാറ്റിക് ഡിസോർഡർ ഉള്ള ആളുകളുടെ പ്രത്യേകതയാണ് അവർക്ക്, അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അവർക്ക് സ്ട്രൈറ്റ് ലൈനിൽ വരയ്ക്കാൻ പറ്റില്ല എന്നുള്ളതും ഒരുമിച്ചിട്ട് കൂട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക എന്നുള്ളതൊക്കെ അതിപ്പോഴും എന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് പഠന വൈകല്യങ്ങൾക്ക് ബുദ്ധിശക്തിയല്ല ഒരു പ്രധാന ഘടകം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
പഠന വൈകല്യങ്ങൾ അനുഗ്രഹമാക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ട്. തോമസ് ആൽവ എഡിസൺ പഠന വൈകല്യമുള്ള ആളായിരുന്നു, സ്ട്രിക്ട്ലി ഡിസ്ലെക്സിക് ആയിരുന്നു അയാള്. പക്ഷെ ആള് ഇത്രയും ഫേമസ് ആയി. ഡാവിഞ്ചി ഒരുപാട് മെഡിക്കൽ കണ്ടുപിടുത്തം നടത്തിയ ഒരു മനുഷ്യനാണ്. തനി വട്ടപ്രാന്തെടുത്ത് ഓടി നടക്കുമായിരുന്നു ഗോതമ്പ് പാടങ്ങളിലൂടെ. ഡാവിഞ്ചി പഠന വൈകല്യമുള്ള ഒരാളായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗ്രഹാം ബെൽ പഠന വൈകല്യമുള്ള ആളായിരുന്നു. പക്ഷെ അയാൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക ഏരിയയിൽ അയാൾക്ക് കഴിവുകൾ ഉണ്ടായി, അയാൾ അത് ഡെവലപ്പ് ചെയ്തു. അപ്പൊ പഠന വൈകല്യമുള്ളവർ ഒരു കാരണവശാലും ബുദ്ധിയില്ലാത്തവരാണ് എന്നുള്ള ധാരണയൊന്നും വേണ്ട, അത് ആദ്യം കളയുക. അപ്പൊ പഠന വൈകല്യം ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ അവരൊക്കെ തടയപ്പെടേണ്ടവരാണ് എന്നുള്ള ധാരണയും വേണ്ട. ഇനി പഠിക്കാത്തവരെല്ലാം പഠന വൈകല്യമുള്ളവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല കേട്ടോ. ഒരുപാട് ആടുതോമകൾ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്, ഒരുപാട് ആടുതോമകൾ. അവർക്ക് ഇഷ്ടം പോലെ പഠിക്കാവുന്ന സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ പഠിക്കുന്നവരാണ്, പക്ഷെ അവർക്ക് മാർക്ക് കിട്ടില്ല, അവർ ക്ലാസ്സിൽ കയറില്ല, അലമ്പായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പഠന വൈകല്യമുള്ളവർ ബുദ്ധിയില്ലാത്തവരല്ല, അല്ലെങ്കിൽ പഠനത്തിൽ പുറകിൽ പോകുന്നവരെല്ലാം തന്നെ പഠന വൈകല്യം ഉള്ളവരുമല്ല. ഇതൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും വേൾഡ് ഫേമസ് ആയ ഒരു ഇന്ത്യൻ കാർട്ടൂണാണിത്. നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിന്റെ കുറെ തകരാറുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ടീച്ചർ ഇരുന്ന് കുറെ ആളുകളെ മരങ്ങേറ്റം പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ആരൊക്കെ? കുരങ്ങൻ, പെൻഗ്വിൻ, ആന, ഇങ്ങനെയുള്ള കുറെ ജീവികളാണ് യഥാർത്ഥത്തിൽ മരങ്ങേറ്റം പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ എടുത്തു വെച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ടീച്ചർ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും A+ കിട്ടണം, എല്ലാവരും അസലായിട്ട് മരം കയറണം എന്നാ. അതെങ്ങനെയാ പറ്റുക? ആനയ്ക്ക് ഇതുവഴി മരം കയറാൻ പറ്റും, കുരങ്ങൻ കയറുന്ന വഴി കയറാൻ പറ്റും? കയറാൻ പറ്റത്തില്ല. ഈ ഒരു പ്രശ്നം നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിന് ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പഠിക്കാത്ത കുട്ടികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതില് ടീച്ചർമാർക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടാകാം. ഞാൻ ഒരു കോമൺ തോട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പഠന വൈകല്യമുള്ള കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ പഠിക്കുന്നവരാണ്. പിന്നെ ഈ എല്ലാ കാര്യങ്ങളും എല്ലാവരും പഠിച്ചോളണം എന്നുള്ള വാശിയൊന്നും രക്ഷിതാക്കളോ ടീച്ചർമാരോ എടുക്കരുതെന്നുള്ളൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് മിനിസ്റ്റർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മഹാരാജാസ് കോളേജിൽ അവരുടെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവരെ കണക്ക് ടീച്ചർ വിളിപ്പിച്ചു. അവര് ചോദിച്ചു, മറ്റേ A+B² A² + 2AB + B² പഠിപ്പിച്ചിരുന്ന ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ടീച്ചർ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ജീവിതത്തിൽ ഇത്രയായല്ലോ, അവരെ ഏകദേശം അസ്തമന സമയത്ത് എത്തിയല്ലോ, ഇന്നേ വരെ ആ ഇക്വേഷൻ അവർക്ക് ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല, പിന്നെ എന്തിനാ അത് പഠിച്ചേ എന്ന് അവർ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ എല്ലാതും പഠിക്കണം എന്നുള്ള വാശിയൊന്നും നമുക്ക് വേണ്ട യഥാർത്ഥത്തിൽ. ഓക്കെ, ഈ കുട്ടികൾ ഒരു പ്രത്യേക തരത്തിൽ പഠിക്കുന്നവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. എല്ലാവരും വ്യത്യസ്തരാണ്. ഒരു വ്യക്തിയെ പോലെ വേറൊരാൾ ഉണ്ടാകില്ല എന്നത് 100% ഉറപ്പാണ്. അടുത്തത്, ഇത്രയുമാണ് യഥാർത്ഥത്തിൽ പഠന വൈകല്യങ്ങൾ എന്നുള്ള ഹെഡിങ്ങിൽ ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യാറ്. ഒന്ന്, റീഡിങ് ഡിഫിക്കൽറ്റി, വായിക്കാനുള്ള വിഷമം. എഴുതാൻ പറ്റും, ഒരുപക്ഷെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും, പക്ഷെ വായിക്കാൻ പറ്റില്ല. എങ്ങനെ കഷ്ടപ്പെട്ടാലും വായിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വിഷയം. കണക്കിൽ മാത്രം പുറകിൽ പോകുന്നു, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും അവർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്ന അരിത്മാറ്റിക്കൽ ഡിസോർഡർ. ചില കുട്ടികൾ എഴുതാനായിട്ടുള്ള പ്രയാസം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്കാണെങ്കിൽ കട്ടുപ്പിച്ച് നല്ല എപ്പോഴും മൊനോടിയും, പെൻസിലിനെ മൊനോടിയും, അല്ലെങ്കിൽ ഈ പേജ് ചീന്തും, ഇങ്ങനെ കുത്തി എഴുതാനുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമം. അത് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയുന്ന കൈവിരലുമായി ബന്ധപ്പെട്ട ചില ഞരമ്പുകളുടെ പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നമാണ്. അത് മാറ്റിയെടുക്കാവുന്നതാണ്. ചിലർക്ക് അർത്ഥം ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഞാനത് ചെയ്തോളാം ട്ടോ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയുണ്ട്. വേറെ ചിലർക്ക് ശ്രദ്ധിക്കാൻ പറ്റാം. ഇപ്പൊ ഇന്നലെയൊക്കെ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് അവരുടെ അച്ഛനമ്മയും പറഞ്ഞത് കുട്ടിക്ക് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, പഠന വൈകല്യം ഉണ്ട്.
ചോദിച്ചു നോക്കുമ്പോ ആകെ എല്ലാത്തിലും ഫുള്ള് A+. ഇന്നലെ അരുൺ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ ഫുൾ A+, ഹിന്ദിയിൽ 3 മാർക്ക് കുറവാണ്. അപ്പൊ അവരുടെ പേരൻസിനല്ലേ കുഴപ്പം. ഹെലികോപ്റ്റർ പാരന്റിങ് എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതായത് ഹെലികോപ്റ്റർ പറന്നു പോണ മാതിരി ഒരാളെ പിന്നാലെ പിന്തുടർന്ന് അതിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുക. ആ കുട്ടിക്ക് ചെറിയൊരു ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതൊക്കെ വീടിന്റെ അന്തരീക്ഷമായിരുന്നു കാരണങ്ങൾ. ഇങ്ങനെ കൊണ്ടുവരുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് ശ്രദ്ധിക്കാനുള്ള വിഷമം ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു പോയിന്റിൽ കുറച്ചധികം നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് തലച്ചോറിന് ചില പ്രത്യേകതകളെ കൊണ്ടാണ്. അതിന് നമുക്ക് പരിഹാരങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് പഠനം, എന്താണ് ബുദ്ധി എന്നുള്ളത് ചെറുതായിട്ടൊന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. ബുദ്ധിയും പഠനവും പാരമ്പര്യമായിട്ട് കിട്ടണം എന്നുള്ള ധാരണയൊന്നും വേണ്ട. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഡോക്ടറുടെ മോൻ ഡോക്ടർ ആവുന്നു, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവുന്നു, അല്ലെങ്കിൽ നല്ല ബുദ്ധിയും ഒക്കെയുള്ള രക്ഷിതാക്കളുടെ മക്കളാണ് നല്ല ബുദ്ധിയുള്ളവര്. ശുദ്ധ അബദ്ധമാണ്. ഇതുവരെയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുപ്പത്തൊട്ടിയിലും മാണിക്യം കെടുക്കുന്നതായിട്ടുള്ള ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടുള്ളാത്ത ഒരു കാര്യമാണ് ബുദ്ധിയും പഠനവും പാരമ്പര്യമായിട്ടാണ് എന്നുള്ള ചില വാദക്കാരുടെ നിഗമനങ്ങൾ. അത് തെറ്റാണ്. 4 കാരണങ്ങളെ കൊണ്ടാണ് ഇവർക്ക് ഇത് ഉണ്ടാകുന്നത്. ആര് പഠിച്ചില്ലെങ്കിലും, ഇനി ആടുതോമയായാലും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായാലും ശരി, 4 കാരണങ്ങളെ കൊണ്ടാണ് ഇവർക്ക് പഠനത്തിൽ പ്രശ്നം വരുന്നത്. ഒന്നുകിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണം, ഇതിലിപ്പോ എന്നെ കേൾക്കുന്നവരില് പഠന വൈകല്യമുള്ള കുട്ടികളുള്ളവരുടെ രക്ഷിതാക്കൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ടീച്ചർമാരുണ്ടാവും. ടീച്ചർമാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരൊറ്റൊരു കാര്യം ചോദിച്ചാൽ മതി. കുട്ടികളുടെ പാരന്റ്സിനോട് ചോദിക്കേണ്ട കാര്യത്തിലൊക്കെ ഉള്ളൂ. 8 മാസം പ്രായമായിരിക്കുന്ന ഒരു കുഞ്ഞായിരുന്നപ്പോ ഈ കുട്ടി മുട്ടുകുത്തി അഴഞ്ഞിട്ടുണ്ടോ, ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കുക. 1 മാസക്കാലം ഒരു കുഞ്ഞ് മുട്ടുകുത്തി അഴയണമെന്നുണ്ട്. മുട്ടുകുത്തി അഴയുക എന്ന് പറഞ്ഞാൽ കഴുത്തുറയ്ക്കുക, മുട്ടുകുത്തി അഴയുക എന്നൊക്കെ പറയുന്നത് ആരോ മനോഹരമായിട്ട് എനിക്ക് ചിത്രം വരച്ചു തരുന്നുണ്ടല്ലോ എന്റെ സ്ക്രീനിൽ, സൂമില്. ആരാണെങ്കിലും ആ പണി ഒന്ന് കുറച്ച് നേരത്തേക്ക് നിർത്തി. എനിക്ക് തോന്നി ചെറിയൊരു പഠന വൈകല്യമുള്ള ആളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇൻട്രസ്റ്റ് വരയ്ക്കുന്നില്ല. ഓക്കെ, അപ്പൊ മുട്ടുകുത്തി അഴയുക എന്ന് പറയുന്നത് തലച്ചോറിലുള്ള ചില ഞരമ്പുകളിൽ മയലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് അടിയുക എന്നാണ് അർത്ഥം. അങ്ങനെ അടിയുമ്പോഴാണ് കഴുത്തുറയ്ക്കുന്നത്, അങ്ങനെ അടിയുമ്പോഴാണ് കുട്ടി എണീറ്റ് നിൽക്കുന്നത്, നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത് എന്ന് പറയുന്ന ഓരോ സ്റ്റേജുകളും. അതില് മുട്ടുകുത്തി അഴയുക എന്ന് പറയുന്ന ക്രോളിംഗ് 8ാമത്തെ മാസത്തിൽ കൃത്യമായിട്ട് ചെയ്യാത്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഇരുന്നതിന് ശേഷം പിന്നെ എണീറ്റ് നിന്ന് പിന്നെ ആള് നടക്കുകയാണ് ചെയ്യുന്നത്, മുട്ടുകുത്തി അഴഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ഇവരിൽ പഠന വൈകല്യം ഒരുപാട് ഉണ്ടാകാറുണ്ട്. അതിന്റെ അർത്ഥം ആ കുട്ടികളുടെ തലച്ചോറില് ആ പ്രത്യേക ഭാഗത്ത് ഉണ്ടാകുന്ന ന്യൂറോണുകൾക്ക് മയലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആവരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. തീർത്തും തലച്ചോറുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ കൊണ്ടാണ് ആ കുട്ടിക്കുണ്ടാകുന്ന ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ഒരു സംസാര വൈകല്യം. അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ, അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടികളിലൊക്കെ കാണുന്ന മറ്റൊരു പ്രയാസം 2 വയസ്സിന് ശേഷമാണ് സംസാരിച്ചു തുടങ്ങിയെന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കാവുന്നതാണ്. ഇതും കൃത്യമായി തലച്ചോറിലുള്ള ചില ഞരമ്പുകളുടെ പ്രവർത്തന തകരാറാണ്. പരിഹാരമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പരിഹാരം എന്ന് പറഞ്ഞാൽ ഒഴിച്ചിലും പിടിച്ചിലൊന്നും മാത്രമല്ല, നമുക്ക് ഒന്നും വേണ്ട. ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മുട്ടുകുത്തി ഇഴയാത്ത കുഞ്ഞുങ്ങൾ ഉള്ളതിന്റെ പേരിൽ തന്നെ ഇപ്പോ 6 വയസ്സിലും 7 വയസ്സിലും അവര് ഞങ്ങളുടെ യോഗ ഹാളില് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ മുട്ടുകുത്തിയിപ്പിക്കും, അവരെ ആന കളിപ്പിക്കും. അതെന്തിനാ? ഇപ്പൊ മുട്ടുകുത്തിയാലും തലച്ചോറിന്റെ ഉള്ളിലുള്ള അതിന്റെ കറസ്പോണ്ടിങ് ആയ തലച്ചോറിലെ ന്യൂറോണുകളെ അത് ഉത്തേജിപ്പിക്കും, അത് പഠനത്തെ സഹായിക്കും, മുട്ടുകുത്തി അഴിപ്പിക്കും. നല്ലൊരു മനോഹരമായി ഒന്നും വേണ്ട. നമ്മുടെ സ്കൂളുകളില് PT പീരീഡില് എല്ലാവരോടും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ടീച്ചർമാർ ഒരു കാര്യം പറഞ്ഞാൽ മതി, മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, കളി തുടങ്ങാം, PT തുടങ്ങാം. അതിൽ പ്രത്യേകിച്ച് ഈ ഒരു കളി എന്ന് പറയുന്നത് ആനകളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ശ്രദ്ധിച്ച്
രണ്ട് കൈയിലും രണ്ട് കാലിലും മാത്രം ശ്രദ്ധിച്ച് ഒരു 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം. മുട്ടുകുത്തി അഴിപ്പിച്ച് ശിക്ഷ കൊടുത്തു എന്നും പറഞ്ഞ് വന്നേക്കരുത്. അതൊരു കളിയുടെ രൂപത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുകുത്തി അഴയിപ്പിക്കുന്നത് തന്നെ അവരുടെ ആ പ്രസ്തുത ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കാൻ അവരെ സഹായിക്കുകയും അവരുടെ പഠനത്തിൽ മെച്ചം വരികയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ ബോഡി ഒരു കാരണമാണ്, മാനസികാവസ്ഥ ഒരു കാരണമാണ്. വീട്ടില് അച്ഛൻ കള്ളുകുടിച്ചു വന്നിട്ട് അച്ഛൻ വീട്ടിലാകെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠന വൈകല്യം വന്നാൽ തീർത്തും അതിന് കാരണം ആ മാനസികമായിട്ടുള്ള സാഹചര്യമാണ്. ചില കുട്ടികൾ മുഖമുള്ളവരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അന്ന് കണക്ക് ടീച്ചറോടൊന്ന് ചോദിക്കാമായിരുന്നു, എന്താ ടീച്ചർ അത് 0 കൊണ്ട് കുടിച്ചപ്പോ 0 ആയേ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ വളരെ ഇൻട്രോവേർട്ടഡ് ആയിരുന്നു അന്ന്. അതിന്റെ പേരിൽ ഞാൻ ചോദിച്ചില്ല. ഞാൻ പകരം എന്ത് ചെയ്തു, ഞാൻ എന്നെ കോംപ്രമൈസ് ചെയ്തു. ഞാൻ ഗുണനം ചെയ്യില്ല, നമുക്ക് ആ സ്കൂളിലും പഠിക്കണ്ട, അവിടുത്തെ ഉപ്മാവും വേണ്ട എന്നുള്ള ഒരു മനോഗതിയിലേക്ക് ഞാൻ മാറുകയാണ് ഉണ്ടായത്. ഇത് പിക്ക് ചെയ്യാനായിട്ട് അന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് കണക്കില് നല്ല മാർക്ക് SSLC കിട്ടിയതായിരുന്നു. എനിക്ക് വളരെ മോശം മാർക്കാണ് SSLCക്ക് കണക്കില്. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തകരാറ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ ആ കാർട്ടൂൺ കാണിച്ചത് അതാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ പഠന വൈകല്യമുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഈ അരുന്ധതി റോയുടെ ഒക്കെ ഒരു സ്കൂളുണ്ട് കോട്ടയത്ത്. അവിടെയൊക്കെ ചില കുട്ടികൾ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടിക്ക് തീറ്റ മാത്രമാണ് താല്പര്യം, ക്യാൻറ്റീനിലേ ഇരിക്കുള്ളൂ, ക്ലാസ്സിൽ കയറില്ല. എന്താ ചെയ്യുക? ക്യാൻറ്റീനിൽ വരണം കെമിസ്ട്രി, ക്യാൻറ്റീനിൽ വരണം ഫിസിക്സ്, ക്യാൻറ്റീനിൽ വരണം മാത്തമാറ്റിക്സ്. അത് പഴംപൊരിയുടെ രൂപത്തിലും ഉഴുന്നുവടയുടെ രൂപത്തിലും അതിന് മാവ് ചേർക്കുന്നതിന്റെ രൂപത്തിലും ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തില് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് അച്ചടക്കമുള്ള കുട്ടികളെ മാത്രം പഠിപ്പിക്കാനുള്ള സിസ്റ്റമാണ് CBSE. കുറച്ചുകൂടി അച്ചടക്കം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പോകാം. ആ ടീച്ചർമാർ, സ്റ്റേറ്റ് സിലബസിലൊക്കെ ടീച്ചർമാർ കിടന്ന് കഷ്ടപ്പെടുന്ന പാട് ഞങ്ങൾ നേരിട്ട് കാണുന്നതാണ്. അവരാണ് യഥാർത്ഥ ദൈവങ്ങൾ. മാതാപിതാ ഗുരുദൈവം എന്നുള്ളതില് യഥാർത്ഥത്തില് അവർ അക്ഷരാർത്ഥത്തിൽ ഗുരുക്കന്മാരാകുന്ന സീനാണ് നമ്മൾ പലപ്പോഴും കാണാറ്. അതേസമയം വളരെ അച്ചടക്കത്തോടുകൂടി മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നതായിട്ടുള്ള ഒരുപാട് സ്കൂൾസുകളുണ്ട്. അവിടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് 25% കുട്ടികൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അവൻ പുറത്തുള്ള ചിത്രശലഭങ്ങളെ കാണുമ്പോൾ അവന്റെ ആഹ്ലാദം അവൻ അടക്കി വെച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പുറത്ത് കാറിന്റെ ശബ്ദം കേൾക്കുമ്പോ അത് ഹോണ്ടയാണെന്നും അത് മാരുതിയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്ത കുറെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ സമൂഹം ഒരു കാരണമാണ്. അവന്റെ മോനല്ലേ, അവൻ പഠിക്കൊന്നുമില്ല, മറ്റവന്റെ മോനല്ലേ, അവൻ കിടക്കാച്ചിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന നമ്മുടെ സോഷ്യൽ റീസൺസുകളും ഒരുപാടുണ്ട്. ഇതെല്ലാം ചെന്ന് നമ്മുടെ തലച്ചോറ്, ഇതാണ് നമ്മുടെ തലച്ചോറ്. ഇത് ഒറിജിനൽ തലച്ചോറ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് തലച്ചോറ്. ഈ തലച്ചോറിലുള്ള ഒട്ടനവധി സ്ഥലങ്ങളിലാണ് നമ്മളെ ചീത്ത പറയുമ്പോഴും അച്ഛൻ വഴക്ക് പറയുമ്പോഴും ടീച്ചർ അടിക്കുമ്പോഴും മുട്ടുകുത്തി ഇഴയാത്തതിന്റെ പേരിലും സംസാരം വൈകിയതിന്റെ പേരിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. ഈ തലച്ചോറിലുള്ള നാഡീ വ്യൂഹങ്ങളിൽ ഒരു നാഡിയുടെ ഫോട്ടോ ആണ് ഞാനിപ്പോ എഴുതിയിട്ടുള്ളത്. ഈ സാധനമാണ് മയലിൻ എന്ന് പറയുന്ന കവറിങ്. ഈ കവറിങ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്ത ബ്രെയിൻ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ മാറ്റം വരുത്തലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠനത്തിലൂടെയും പഠന വൈകല്യ പരിഹാരത്തിലൂടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ ഏരിയകൾ ഇങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ഇടതകൈയാണോ വലത്തകൈയാണോ തീരുമാനിക്കുന്ന തലച്ചോറിന്റെ ഈ ഭാഗമാണ്. നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന സ്ഥലം ഈ ഭാഗമാണ്. ഇതാണ് നമ്മുടെ സംസാരത്തിന്റെ സ്ഥലം, ഇവിടെയാണ് നമ്മുടെ കാഴ്ചയുടെ സ്ഥലം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ ഓരോ ഏരിയകളും നമ്മുടെ തലച്ചോറിൽ ഒരുമിച്ച് കൂടി ചേർന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതും നിങ്ങളിപ്പോൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പൊ ഈ ബ്രോഡ്കാസ്റ്റ് ഏരിയയിൽ ഒരു സൂചി എടുത്തിട്ട് ഒറ്റൊരു പൊട്ടിക്കൽ പൊട്ടിച്ചാൽ എന്റെ സംസാരം പൊട്ടും, കഴിഞ്ഞു, കത്തിക്കൽ കഴിഞ്ഞു, ആ വയറിങ്ങ പോയി എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ സംസാരം വൈകിയ കുട്ടികളാണ് ഈ പഠന വൈകല്യത്തിൽ ഒരുപാടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോഡ്കാസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഏരിയയിൽ കുറച്ച് ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം, അതിനുള്ള വഴികളുന്നുണ്ട്. ഇതാണ് വെർണിക്സ് ഏരിയ. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി ഇരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തട്ടോ. പിന്നെ
ഇത്രയും 4 പ്രശ്നങ്ങളാണ് പഠനവൈകല്യമുള്ള കുട്ടികളിൽ ഞങ്ങൾ കാണുന്നത് വിവിധ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട്. ഒന്ന്, തലച്ചോറിന്റെ ഭാഗത്തേക്ക് രക്തപ്രവാഹത്തിന്റെ കുറവ്. 2, ചുരുങ്ങിക്കിടക്കുന്ന ന്യൂറോണുകൾ. ചില ന്യൂറോണുകൾ ഡെവലപ്പ് ചെയ്യാതെ ചുരുങ്ങിക്കിടക്കുന്നു. ചില സ്ഥലങ്ങളിൽ മയലിൻ കുറവാണ്, വേറെ ചില സ്ഥലങ്ങളിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മളൊന്നും അറിയാണ്ട് സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ട് പണ്ടൊക്കെ പേര് ഇപ്പോഴൊക്കെ കീറുന്നു. 40 ഞാൻ സംസാരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ 2 കാലിൽ നടക്കുന്ന ജീവി മനുഷ്യനാണെങ്കിൽ 28% കൂടുതൽ സിസേറിയൻ വരില്ല എന്നാണ്. സിസേറിയൻ ചെയ്ത കുട്ടികളില് പഠനവൈകല്യം കൂടുതലാണ്. കാരണം സിസേറിയൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരല്പം നേരം ഓക്സിജൻ കിട്ടില്ല തലച്ചോറിലേക്ക്. അതിന്റെ ഭാഗമായിട്ട് പഠനവൈകല്യം കൂടുതലാണെന്നുള്ള പഠനങ്ങളുണ്ട്. പണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലും മൊയിലാരും പ്രസംഗിക്കുന്ന ഒരു കഥ പറയും. സാധാരണയായിട്ട് 4 പിള്ളേർ കൂടി സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടി ഓടി വന്നു, കടിക്കാൻ വന്നു. 3 കുട്ടികൾ ഓടി മരത്തമ്മ കയറി. ഒരു കുട്ടി അവിടെ നിന്ന് ആകെ കരഞ്ഞു. അപ്പൊ മൊയിലാർ പറഞ്ഞു അത്രേ, ആ കരഞ്ഞ കുട്ടി സിസേറിയനിൽ ഉണ്ടായതാണ്, മറ്റേത് നോർമൽ ഡെലിവറി ആണെന്ന്. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവേണ്ടത് കരഞ്ഞു. അതിനൊരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് ഇതാണ്: പലപ്പോഴും സിസേറിയൻ നടന്നിട്ടുള്ള ഡെലിവറിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറിലുള്ള ഒരുപാട് കോശങ്ങൾ നശിക്കുന്നതായിട്ടുള്ള തെളിവുകളുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ന്യൂറോണുകളെ നമ്മൾ ഉത്തേജിപ്പിക്കാൻ എന്താ വഴി? അതാണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ വഴി? ടീച്ചർമാർ ശ്രദ്ധിച്ചാൽ കുറെ കാര്യം നടക്കും, രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ കുറെ കാര്യം നടക്കും. ഈ ന്യൂറോണിന് നേരെ പോയിട്ട് തലച്ചോറിനുള്ളിൽ കൈവരലിട്ട് കഴിഞ്ഞ് ഓടാനൊന്നും പറ്റില്ല. ഒരു മരുന്നെടുത്ത് കൊടുത്തിട്ട് ആ മൈലിൻ ഉണ്ടാവട്ടെ എന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കില്ല. ഇതേവരെ നടന്നിട്ട് കണ്ടിട്ടില്ല. ആകെപ്പാടെ ന്യൂറോണുകൾക്ക് തലച്ചോറിലുള്ള ഈ പഠനവുമായി ബന്ധപ്പെട്ട ഏരിയയിലുള്ള ആളുകൾക്ക് ആകെപ്പാടെ കണക്ഷൻ ഉള്ളത് ഇത്രയും അവയവങ്ങളോട് മാത്രമാണ്. തലച്ചോറിന് നേരിട്ട് കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ശരീരത്തിൽ 658 പേശികളുമായി ബന്ധമുണ്ട്. തൈറോയ്ഡ് അടക്കമുള്ള 13 അല്ലെങ്കിൽ 100 കണക്കിന് ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് അവ കിടക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഇനി എന്ത് ചെയ്താലും തലച്ചോറിലെ ഒരു കോശം പോലും അനങ്ങില്ല. പ്രൊവൈഡഡ് ഒരൊറ്റ കണ്ടീഷൻ: കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവിയിലൂടെ അല്ലെങ്കിൽ പേശിയിലൂടെ അല്ലെങ്കിൽ ഗ്രന്ഥികളിലൂടെ നിങ്ങൾ ഉത്തേജിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാ പേശിയെ ഉത്തേജിപ്പിക്കുക? 658 മസിൽ ഇളക്കാൻ ഏറ്റവും നല്ല വഴി ഓടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് യോഗ ചെയ്യിപ്പിക്കുന്ന അതിന്റെ പേരിലാണ് ഒരു കാര്യം. അതാണ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കാൻ പറ്റും നമുക്ക്. ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി എക്സസൈസുകളുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ഒരു ഉദാഹരണം. ടൈഗർ ബ്രീത്തിങ്, റാബിറ്റ് ബ്രീത്തിങ്. നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. എങ്ങനെയാണ് ടൈഗർ ബ്രീത്തിങ് നടത്തുക എന്നുള്ളത്, എങ്ങനെയാണ് റാബിറ്റ് ബ്രീത്തിങ് നടത്തുക എന്നുള്ളത്. ഗ്രന്ഥികളെ ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇനി ഞാൻ അതിനുള്ള വേറെ വഴികൾ ഞാൻ പറഞ്ഞുതരാം. കണ്ണുപയോഗിച്ച് തലച്ചോറിനെ നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാൻ കഴിയും. എങ്ങനെ? കണ്ണിന്റെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള കളറുകളിലൂടെ. നിങ്ങൾ രാജമാണിക്യ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ വില്ലനെ കൊന്നത് എങ്ങനെയാ? പോത്ത് ഒരു റെഡ് കളർ അങ്ങോട്ട് പുതപ്പിച്ചപ്പോഴാ അല്ലെ? എന്താ പോത്തിന് പറ്റിയത്? പോത്തിന് റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ ചൂടാവും. അത് തലച്ചോറിൽ വരുന്ന മാറ്റമാണ്. ഈ തലച്ചോറിൽ വരുന്ന മാറ്റം ഒരു കളർ കൊണ്ടുണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞ പോലെ എന്റെയൊക്കെ ക്ലിനിക്കിൽ കയറി വന്നത് നിങ്ങളെ എല്ലാവരുടെയും കാണാം ബ്ലൂ കളറാ. ഈ ബ്ലൂ കളർ ഇട്ടുള്ളതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ക്രോമോതെറാപ്പി പ്രിൻസിപ്പിൾ ഉണ്ട്, ഇതിനൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആശുപത്രിക്ക് പച്ച കളർ ഇട്ടതിന്റെ കാരണം അതാണ്. അപ്പൊ കണ്ണുകളിലൂടെ ഡിഫറന്റ് കളറിലൂടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ടീച്ചർമാരും രക്ഷിതാക്കളും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദയവ് ചെയ്ത് ചുവന്ന നിറത്തിലുള്ള കളിപ്പാട്ടങ്ങളും ചുവന്ന ഡ്രസ്സുകളും അധികം സെലക്ട് ചെയ്യാതിരിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി കുറയാനുള്ള ഒരു മാർഗം അതാണ്. നിങ്ങൾ ബ്ലൂ സൈഡിലേക്കും ഗ്രീൻ സൈഡിലേക്കും കൂടുതൽ കടക്കുക. ചുവപ്പിന്റെ വ്യത്യസ്തമായ കളറുകൾ പരമാവധി ഒഴിവാക്കുക. കർട്ടനായാലും സോഫയ്ക്കായാലും ബെഡ്ഷീറ്റിനായാലും ഇനി ക്ലാസ് റൂമിലായാലും ശരി, ബ്ലൂ ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. എന്ന് പറയുമ്പോൾ നാക്കിലൂടെ ശരീരത്തിൽ ഒരുപാട് ഉത്തേജനം ലഭിക്കുന്നതാണ്. ആ നാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ 6 രസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഷഡ്രസങ്ങൾ:
നിങ്ങളോട് ഞാൻ ഒരേ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് എരിവും പുളിയും കുറയ്ക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ അച്ചാറ്, ചമ്മന്തി, ദിവസവും മീനും ഇറച്ചിയും ആയുർവേദം തുടങ്ങുമ്പോഴേക്കും അവസാനിപ്പിക്കാനൊന്നും നിയമമൊന്നുമില്ല. പക്ഷെ മീനും ഇറച്ചിയും ഞങ്ങൾ കുറ്റം പറഞ്ഞ ഒരു കാരണത്താണ് അത് എരിവും പുളിയും രണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എരിവും പുളിയുമുള്ള വസ്തുക്കൾ ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂട്ടും. പഠനങ്ങളുണ്ട്. ചില കുട്ടികളിൽ മധുരമാണ് കൂട്ടുന്നത്. അത് മധുരം എന്ന് പറയുന്നതിന്റെ പ്രശ്നമല്ല, ഇന്നത്തെ പഞ്ചസാരയുടെ പ്രശ്നമാണ്. നിങ്ങൾ ശർക്കരയുടെ മധുരം ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂട്ടില്ല, തേനിന്റെ മധുരം ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂട്ടില്ല, ബ്രൗൺ കളറുള്ള ഷുഗർ, അൺപോളിഷ്ഡ് ഷുഗർ ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂട്ടില്ല. വെളുത്ത പഞ്ചസാരയാണ് ഇത് ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂട്ടുന്നത്. അതുകൊണ്ട് എരിവ് പുളി അവസാനിപ്പിക്കുക. പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ബദലായി ശർക്കര ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് ബ്രൗൺ കളറിലുള്ള അൺപോളിഷ്ഡ് ഷുഗർ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ആ സാധനം ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത്. അടുത്തത് മൂക്ക്. മൂക്കിലൂടെ ഞങ്ങൾ ഒരുപാട് ചികിത്സകൾ ചെയ്യും. പ്രഥമൻ എന്നൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ ഞങ്ങൾ നസ്യം എന്നൊക്കെ പറഞ്ഞുള്ള ചികിത്സകൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. നല്ല മുല്ലപ്പൂവിന്റെ മണം, നല്ല റോസാപ്പൂവിന്റെ മണം, ഇതൊക്കെ കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റിയെ നന്നായി കുറയ്ക്കും. നല്ല സ്മൂത്തനിങ് ആയിട്ടുള്ള മണങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട്. അരോമ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പി ഉണ്ട്, മണവുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തുന്നത്. ഞാൻ പറഞ്ഞത്രയ്ക്കേ ഉള്ളൂ. മൂക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡോക്ടർമാര് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കുക, ഭയങ്കര രസത്തിന്റെ മണം, സാമ്പാറിന്റെ മണം, മുളക് കാച്ചിയ മണം, ഇത്തരത്തിലുള്ള തീക്ഷ്ണ ഗന്ധങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂട്ടുന്നുണ്ട്. ത്വക്ക്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ ഈ ഓട്ടിസത്തിനൊക്കെ ചികിത്സിക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ കണ്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുള്ളതാണ് സെൻസറി സീക്കിംഗ് എന്ന് പറയും. ഈ ജോയിന്റുകളിലൊക്കെയുള്ള, ത്വക്കിലൊക്കെയുള്ള ചില സെൻസറുകളുണ്ട്. ആ സെൻസറുകൾ തലച്ചോറുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ആ സെൻസറുകളെ ഉത്തേജിപ്പിക്കാൻ ഞങ്ങൾ സാധാരണ ചെയ്യാറ്, പാരന്റ്സിനോട് പറയാറ്, ഒരു ദിവസത്തിൽ ഒരു 3-4 തവണ ഒന്ന് കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഒന്ന് അമർത്തി ഹഗ് ചെയ്യൂ. എന്തൊരു ആശ്വാസമാണെന്ന്. ആ കുട്ടിയുടെ എത്ര ടെൻഷൻ കുറയുമെന്ന് അറിയൂ. അതിനേക്കാൾ ഉപരി തലച്ചോറിലുള്ള ഒട്ടനവധി കോശങ്ങൾക്ക് സാരല്ല കേട്ടോ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഫീലിംഗ് ആണത്. മോൻ എത്ര വലുതായിക്കോട്ടെ, മോൾ എത്ര വലുതായിക്കോട്ടെ, ഒന്ന് അവരെ സ്കൂളിൽ പോകുന്ന സമയത്തും വന്ന സമയത്തും ഒന്ന് ഹഗ് ചെയ്യാൻ കാണിക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ത്വക്കിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതായിട്ടുള്ള പണികൾ എന്ന് പറഞ്ഞാൽ ചില പൗഡർ മസാജുകള്, അതുപോലെ ചില എണ്ണയിട്ട് കുളിപ്പിക്കലുകള്, അത് ചികിത്സയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ത്വക്കിലാക്കും. ചെവിയിലൂടെ നമ്മൾ ശബ്ദമാണ് കേൾക്കുന്നത്. അത് ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് ഉറക്കം വരും, ചിലർ ഉത്തേജിപ്പിക്കപ്പെടും, അല്ലേ? അതേസമയം അതപ്പടി തെറി വിളിച്ചു കഴിഞ്ഞാലോ നമുക്ക് ടെൻഷൻ ആവും, സ്വെറ്റിംഗ് കൂടും. ഇതൊക്കെ ചെവിയിലല്ലേ? ശബ്ദം ചെവിയിലെത്തുമ്പോഴേക്കും ഒരാളുടെ വിയർപ്പ് കൂടുന്നു. ശബ്ദം ചെവിയിലെത്തുമ്പോ ഒരാൾ ഡാൻസ് കളിക്കുന്നു. മുക്കാബില പാടുമ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുന്നു. ഉണ്ണി വാവാവോ പാടുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നു. ഇതെല്ലാം ശബ്ദമാണ്. അത് 20 മുതൽ 20,000 ആവൃത്തി വരെയുള്ള ശബ്ദങ്ങൾ നമ്മുടെ കർണപുടത്തിൽ തട്ടി വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്ന് പറയുന്ന ഞരമ്പിലൂടെ തലച്ചോറിലെത്തുന്നു. അത് ഉണ്ണിവാവോ പാടിയാലും ശരി, മുക്കാബുല പാടിയാലും ശരി. പക്ഷെ മുക്കാബുല പാടുമ്പോൾ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യും, ഉണ്ണിവാവോ പാടുമ്പോൾ നമ്മളെല്ലാവരും കിടന്നുറങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞ ശബ്ദവും തലച്ചോറുമായി ബന്ധപ്പെട്ട ഇമോഷൻസുകളുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന എന്റെ രത്നചുരുക്കം എന്ന് പറയുന്നത്, പഠന വൈകല്യമുള്ള കുട്ടികൾ 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു തരം മന്ദപ്പോട് കൂടി ഒരു ഭാഗത്തിരിക്കുന്നതായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഏതാ പാട്ട് കൊടുക്കേണ്ടത്? മുക്കാബുലയാണ് ഫുൾ ടൈം ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഹൈലി ഡാൻസ് ചെയ്യുന്ന, ജമ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള മ്യൂസിക്കുകൾ ഇട്ട് കൊടുക്കുക. പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് മുക്കാബിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഹൈപ്പർ ആക്റ്റീവ് ആവും. വേണ്ട, അവർക്ക് സൂത്തനിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഇട്ട് കൊടുക്കൂ. അവരെ കാർട്ടൂൺ കാണിക്കാതിരിക്കൂ. അവർക്ക് ഉണ്ണിവാവോ കേൾപ്പിക്കൂ. ഞാനൊക്കെ ആദ്യമായിട്ട് മ്യൂസിക് തെറാപ്പി തുടങ്ങുമ്പോൾ കൈതപ്രഭനോട് സജസ്റ്റ് ചെയ്ത ഒരു മ്യൂസിക് എന്ന് പറയുന്നത് കേളി എന്ന് പറഞ്ഞിട്ട്, ദ മ്യൂസിക് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂട്ട് മ്യൂസിക് ഉണ്ട്. യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഇതാണ്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എത്രയോ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെന്നറിയോ, അവര് വളരെ കുറെ കാമായിട്ട് മാറുന്നു.
അപ്പൊ ചെവിയിലൂടെ നമുക്ക് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. പഠന വൈകല്യങ്ങൾ പ്രവർത്തനപരമായോ ഘടനാപരമായോ തകരാറുള്ളവർ, തലച്ചോറിൽ തകരാറുള്ളവർ എന്നും ഈ തകരാറില്ലാത്തവരെന്നും ഞങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കും. അത് ടീച്ചർമാർക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികൾ, അല്ലെങ്കിൽ പാരന്റ്സിന് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതായത് മുട്ടുകുത്തി കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ IQ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമാന്ദ്യമുള്ളവരായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ സംസാരം വൈകിയവരായിരിക്കും, അപസ്മാരത്തിന് മരുന്ന് കഴിച്ചവരായിരിക്കും, തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പ്രസവ സമയത്ത് കരയാൻ വൈകിയവരായിരിക്കും, പ്രസവ സമയത്ത് ICUലാക്കേണ്ട വന്നവരായിരിക്കും, അവർക്ക് നടക്കാൻ വൈകിയവരായിരിക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകളാണ് ആ പഠന വൈകല്യമുള്ളവർ. പ്രവർത്തനപരമായോ ഘടനാപരമായോ തകരാറുള്ളവരാണ്. അവർക്ക് ചികിത്സ വേണം. അവർക്ക് പ്രത്യേകിച്ച് സിലബസ് മാറ്റിയതിന്റെ പേരിലോ സ്കൂള് മാറ്റിയിട്ടോ കാര്യമില്ല. അവർക്ക് ചികിത്സ വേണം, യാതൊരു തർക്കവും വേണ്ട. അവർക്ക് ചികിത്സ വേണം, അല്ലാതെ അവർ ഒരിക്കലും ഇംപ്രൂവ് ആവില്ല. ഈ തകരാറില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ചികിത്സയില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ അവരെ നമുക്ക് മനോഹരമായി ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. തകരാർ വളരെ സൂക്ഷ്മമായതിനാൽ സാധാരണഗതിയിൽ ഞങ്ങൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ടാണ് ഇത് തകരാറുള്ളതാണ് എന്ന് പറയാൻ കഴിയാറുള്ളൂ. ചില സൂചനകളാണ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ സെന്ററിൽ ചെയ്യുന്ന പരിപാടികൾ ആദ്യം ഇത്തരത്തില് ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയും. പിന്നെ കുറച്ച് മരുന്ന് കൊടുക്കും, കുറച്ച് യോഗ കൊടുക്കും, കുറച്ച് പരിശീലന പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും, പഠനം പ്രത്യേക രീതിയിൽ പഠിപ്പിക്കും, വിവിധ തരത്തിലുള്ള ചില കളികൾ ആസൂത്രണം ചെയ്യും. ചില ആളുകൾക്ക് ചിലപ്പോൾ കിടത്തു ചികിത്സ ആവശ്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നടക്കാനൊക്കെ വൈകിട്ടുള്ള ചില കുട്ടികളുണ്ട്, അവർക്കൊക്കെ കിടത്തു ചികിത്സ നമ്മൾ കൊടുക്കും. എഡ്യൂക്കേഷൻ തെറാപ്പിയും നമ്മൾ ചെയ്യും. ഇതാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പക്ഷെ ഒരുപാട് പേരൻസ് വന്ന് നിന്ന് ആണ് ചികിത്സകൾ എടുക്കുന്നതെന്നുള്ളതിന്റെ പേരിൽ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാനൊന്നും പറ്റില്ല. നിങ്ങൾ ആരും അവിടേക്ക് വരണമെന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ പദ്ധതികൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള വഴിയമ്പലം എന്നുള്ള സ്ഥലത്ത് അതിഥി എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. പരിശീലന പരിപാടികളിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം വെച്ചാൽ നമുക്ക് എങ്ങനെ ടീച്ചേഴ്സിന് അല്ലെന്നുണ്ടെങ്കിൽ പാരന്റ്സിന് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പരിപാടി, എല്ലാവരും 5 മിനിറ്റ് ഒന്ന് ക്രോൾ ചെയ്യിപ്പിക്കുക, ഒന്ന് മുട്ടുകുത്തി എഴയിപ്പിക്കുക, ആന കളിപ്പിക്കുക ഹാളില് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ. അത് പണിഷ്മെന്റ് എന്നുള്ള രൂപത്തിലല്ലാതെ എൻജോയബിൾ ആക്കിയിട്ട് ഈ സാധനം ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നന്നായിട്ടൊരു 5 മിനിറ്റ് നേരം ഇത് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തത്, കുട്ടിയെ നമ്മൾ കഴുത്തിന്റെ ഈ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് കുട്ടീനോട് ഉപ്പുറ്റി പൊന്തിച്ചിട്ട് നമ്മുടെ വിരലും ഇങ്ങനെ നടക്കാൻ പറയുക. ഉപ്പുറ്റി പൊന്തിച്ചിട്ട് വിരലും ഇങ്ങനെ നടക്കാൻ പറയുക. ടോ വാക്കിംഗ്. ഈ ടോ വാക്കിംഗ് തലച്ചോറിനെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഒരു 5 മിനിറ്റ് ടോ വാക്കിംഗ് ചെയ്യിപ്പിക്കുക. ദിവസം ഒരു 5 മിനിറ്റ് ടോ വാക്കിംഗ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഈ കൊട്ട് കേട്ട് കഴിഞ്ഞാൽ വെളിച്ചപ്പാടിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സ്റ്റിമുലേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ തലച്ചോറിനൊന്നും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് 2 വയസ്സ്, 5 വയസ്സ്, 8 വയസ്സ്, 12 വയസ്സ്, 16 വയസ്സ് വരെ മാക്സിമം തലച്ചോറ് സ്റ്റിമുലേറ്റഡ് ആവും. സ്റ്റിമുലേറ്റഡ് ആകുന്നത് നിൽക്കുന്ന ഒരു സന്ദർഭം ഇല്ല. മനുഷ്യൻ മരിക്കുന്നത് വരെ തലച്ചോറിന് പുതിയ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പരിപാടി ടൈറ്റനിങ് ലൂസനിങ് എക്സസൈസ്. 2 കൈയും 2 കാലും മുഴുവൻ ശരീരവും അങ്ങനെ ബലം പിടിക്കാൻ പറയാം. നന്നായിട്ട് പല്ലിറുക്കി പിടിച്ച് അങ്ങോട്ട് ബലം പിടിക്കുക. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു വടി കൊണ്ട് ഇങ്ങനെ കൊട്ടി ഭയങ്കര പോട്ടെ, ടൈറ്റ് ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ടൈറ്റൻ ചെയ്ത് അവരുടെ പേശികളൊക്കെ ഇങ്ങനെ പൊട്ടുന്ന രൂപത്തിലേക്കുള്ള ടൈറ്റനിങ് ആക്കുക. മാക്സിമം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലൊക്കെ കടിച്ചു പിടിച്ചിങ്ങനെ നിർത്തിയതിനു ശേഷം പറയുക, പതുക്കനെ ലൂസാക്കി കൊണ്ടുവന്ന് അവരോട് പറയുക, നിങ്ങളുടെ സർവ്വ ശരീരവും ഒരു പഞ്ഞി കണക്കെ ലൂസായി പറന്ന് നടക്കുന്ന ഫീലിംഗിലേക്ക് ഒന്ന് അവരെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് വീണ്ടും ടൈറ്റാക്കി കൊണ്ടുവരും. ഒരു 10 തവണ
ടൈറ്റനിങ് ലൂസനിങ് എക്സസൈസ് ചെയ്യാതെ ക്ലാസ് ഓരോന്ന് തുടങ്ങരുതെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ടീച്ചർമാരോടുള്ളത്. ഒരു ടൈറ്റനിങ് ലൂസനിങ് എക്സസൈസ് ചെയ്താൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം, സർവ്വ ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹങ്ങളിൽ വ്യത്യാസം വരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു റൊട്ടേഷൻ, എല്ലാ ജോയിന്റുകളും ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ കൈ എന്ന് പറഞ്ഞ പോലെ തന്നെ അരക്കെട്ട്, ദേഹം, കാലിന്റെ മുട്ട്, ഇതൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് ക്ലാസ് തുടങ്ങട്ടെ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാലോ. വളരെ മനോഹരമായിരിക്കും. നെക്സ്റ്റ്, മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ. ഇതൊരു വല്ലാത്ത കളിയാണ്. നമ്മളൊക്കെ പണ്ട് ഈ കസേര കളി എന്ന് പറയുമ്പോ ഈ ഓണത്തിന് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ മ്യൂസിക്കൽ ചെയറിൽ തോക്കുന്ന കുട്ടികൾ, അവരെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ജയിക്കുന്നവര് നല്ല കില്ലാടികൾ ഉണ്ടാവും പഠിച്ചില്ലെങ്കിലും, അവരൊന്നും ബുദ്ധിക്ക് ഒരു കുറവുമില്ല. പക്ഷെ തോൽക്കുന്നവര് പഠനവൈകല്യമുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ നിർബന്ധമായും അവരെ ജയിക്കാവുന്ന തരത്തിലേക്ക് മ്യൂസിക്കൽ ചെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് കളിപ്പിക്കണം. അവരുടെ ജഡ്ജ്മെന്റ്, സ്പേഷ്യൽ ഓറിയന്റേഷൻ, ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള അവരുടെ കാൽക്കുലേഷൻ, ശ്രദ്ധ, ഇവയെല്ലാം കൂട്ടുന്ന ഒരു മനോഹരമായ കളിയാണ് മ്യൂസിക്കൽ ചെയർ എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും PT പീരീഡിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ വെക്കുക. ലെമൺ സ്പൂൺ ട്രാൻസ്ഫർ, ലെമൺ സ്പൂൺ റേസ് അല്ല, ലെമൺ സ്പൂൺ ട്രാൻസ്ഫർ. നമ്മള് ഒരു സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് അതിലൊരു ചെറുനാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ പതുക്കനെ കൊണ്ടിട്ട് അടുത്ത കുട്ടിയുടെ സ്പൂണിലേക്ക് വീഴാണ്ട് ഈ നാരങ്ങ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക. നിലത്ത് വീണ് കഴിഞ്ഞാൽ ശരിയാവൂല. എന്തോരം തലച്ചോറിന്റെ സെറിബെല്ലം എന്ന് പറയുന്ന സ്ഥലത്തും സെറിബ്രം എന്ന് പറയുന്ന സ്ഥലത്തും ഇത്രമേൽ ഉത്തേജനം നൽകുന്ന ഒരു എക്സസൈസ് ഇല്ല. ലെമൺ സ്പൂൺ ട്രാൻസ്ഫർ, ഇതൊന്ന് ചെയ്തു നോക്കൂ. ബോട്ടിൽ ഫില്ലിംഗ് ദ ബോട്ടിൽ. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെക്കുക, ഒരു 2 വാര അകലെ ഒരു ബോട്ടിൽ വെക്കുക. ഇവിടുന്ന് ഈ വെള്ളം കോരിയെടുത്ത് അവിടെ കൊണ്ടുപോയി ഈ ബോട്ടിൽ നിറയ്ക്കുക. ഫൈൻ മോട്ടോർ കോർഡിനേഷൻ, ഇത്രയും ഒരുപാട് എക്സസൈസുകൾ ഉണ്ട് കേട്ടോ. ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ബോട്ടിൽ ഫില്ലിംഗ് വളരെ മനോഹരമാണ്. 1. 2, നന്നായിട്ട് മാവ് കുഴയ്ക്കുക, മണലിലെഴുതുക, അല്ലെങ്കിൽ മഞ്ചാടിക്കുരു നന്നായിട്ട് കൈകൊണ്ട് സ്റ്റിമുലേഷൻ ചെയ്യിപ്പിക്കുക, നന്നായിട്ട് വാരിക്കുക. ഷൂട്ടിംഗ്, ഷാർപ്പ് ഷൂട്ടിംഗ്, ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കല്ലെടുത്ത് എറിയാൻ പറയുക. ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികളിലൂടെ ഈ തലച്ചോറിലെ നാഡികളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പഠനങ്ങളിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള, ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആനയ്ക്ക് മരം കയറേണ്ട ആവശ്യമൊന്നുമില്ല. കുരങ്ങിനെ പഠിപ്പിച്ചില്ലെങ്കിലും മരം കയറും. അപ്പൊ ആനയ്ക്ക് എന്താ വേണ്ടത് എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ പെൻ ഹോസ്പിറ്റലിന്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു പഠന വൈകല്യത്തിലെ കേരള ചാപ്റ്ററിന്റെ ഒരു മാഷുണ്ട്, ജോസഫ് മാഷ്. നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ജോസഫ് മാഷിന്റെ ഒരു കുട്ടിയാണ്, മീൻസ് ആള് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവരിപ്പോ വളർന്നു വല്ല, അവർ ഹോട്ടലടുത്തുണ്ട്. പഠന വൈകല്യമുള്ള 2 ആളുകളാണ്. ഒരാൾക്ക് കണക്കൂട്ടാൻ അറിയില്ല, ഒരാൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനായിട്ട് അറിയും, മറ്റൊരാൾക്ക് കണക്കൂട്ടാനും അറിയും. അപ്പൊ കണക്കൂട്ടാൻ അറിയാത്ത ആൾക്ക് നന്നായിട്ട് പാചകം അറിയാം, മറ്റാൾക്ക് പാചകം അറിയില്ല, കണക്കൂട്ടാൻ നന്നായിട്ട് അറിയും. പോരെ? ഹോട്ടലടുത്താൻ അത് മതിയല്ലോ, ധാരാളം. ഏതൊരു പഠന വൈകല്യമുള്ള കുട്ടി എന്റെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നശിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തണം. അതിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റുകളും സഹായത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതിഥി സെന്ററിലും അത് പോസിബിൾ ആണ്. എപ്പോഴും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒരു എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റും അവിടെ വേണം. അങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ റെമഡിയൽ ടീച്ചേഴ്സ് ഒരുപാട് അത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. യോഗ, സായിപ്പ് പറയണം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ നല്ലതാണെന്ന് പറയാനായിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് യോഗ. ഒരു കാലഘട്ടം വരെ നമ്മൾ ആരും ഇത് ഉപയോഗിച്ചില്ല. മഹർഷി ആയുർവേദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളും മാക്സ് മുള്ളറൊക്കെ ഇവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇന്ത്യ കണ്ട് മൂപ്പര് ഞെട്ടിത്തരിച്ച് കുറെ ആർട്ടിക്കിളൊക്കെ എഴുതിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് യോഗ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇന്ത്യ. വിദേശ രാജ്യങ്ങൾ ഒരുപാടായി, അവരൊരുപാട് റിസർച്ച് നടത്തുന്നു.
അവര് ഓരോ കോശങ്ങളിലും 55 ട്രില്യൺ കോശങ്ങളിലുള്ള ഓരോ കോശങ്ങളിലും എന്തെല്ലാം വ്യത്യാസം ഉണ്ടാക്കുന്നു യോഗ എന്ന് വരെ പഠന വിധേയമാക്കി തുടങ്ങി. നമ്മളിപ്പോഴും ഈ ശ്രീ 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 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പേരുകളൊക്കെ പറഞ്ഞ് യോഗയെ ഒരു സിമ്പിൾ ആയിട്ട് കച്ചവടം നടത്താനായിട്ടുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആർക്കും എതിരൊന്നുമല്ല. പക്ഷെ യോഗ അതൊരു ചികിത്സാ പദ്ധതിയാണ്, ഒരു ആചാര രീതിയാണ്. ഒരു കാരണവശാലും അത് എന്താ പറയാ, അതിന് ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള സാധനമൊന്നുമല്ല. പക്ഷെ ഈ യോഗയിലെ ബ്രീത്തിങ് ടെക്നിക്സുകൾ, ടൈഗർ ബ്രീത്തിങ്, റാബിറ്റ് ബ്രീത്തിങ്, അതുപോലെ തന്നെ കുറെ ആസനങ്ങൾ, ഇതെല്ലാം ഈ പഠന വൈകല്യങ്ങളുടെ ചികിത്സയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ വെച്ചിട്ട് ഇതാരാണ് ഈ ഓക്കെ, ടൈഗർ ബ്രീത്തിങ്, റാബിറ്റ് ബ്രീത്തിങ് തുടങ്ങിയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ യോഗയിൽ ചെയ്യിക്കുന്ന ചില ചാൻഡിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും അല്ലെങ്കിൽ അതിന് ശേഷം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എക്സസൈസ്, ടൈറ്റനിങ്, ലൂസനിങ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് കുട്ടീനെ കൊണ്ട് 3 അക്ഷരം കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചാൻഡ് ചെയ്യിപ്പിക്കുക. ഒരൊറ്റ ശാസ്ത്രം കുറേ നേരം ഒന്ന് പറയിപ്പിച്ചു നോക്കൂ. കുറച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ, കുറച്ച് തലകൊണ്ട് തരികയാണ് നിങ്ങൾക്ക്. ഒരു വൈബ്രേഷൻ തലയിൽ വരികയാണ്. ആ വൈബ്രേഷൻ വേണം. അതാണ് ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ 3 സാധനങ്ങൾ കൃഷ്ണകുമാറിനൊന്ന് മ്യൂട്ട് ചെയ്യൂ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ 3 സാധനങ്ങള് മാത്രം ഞങ്ങൾ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ചെയ്യാറുണ്ട്. ആ, ഊ, മ്, റ്, ഇതൊക്കെ, ഈ അക്ഷരങ്ങളൊക്കെ നമ്മുടെ തലച്ചോറ് ഒരുപാട് ഉത്തേജിപ്പിക്കുകയും ഒരുപാട് രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് പറഞ്ഞു നോക്കൂ. കുട്ടികളിൽ കാണുന്ന വ്യത്യാസങ്ങൾ ഒരു വർഷങ്ങൾ. ഇതൊന്നും ഇന്ന് ചെയ്ത് നാളേക്ക് എന്റെ മോനെ A+ കിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ആരും വന്നേക്കരുത്. ഇതൊക്കെ സ്ഥിരമായ ഒരു പരിപാടിയാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വീരഭദ്രാസനം, സൂര്യനമസ്കാരം, ഇതൊക്കെ ഞങ്ങള് വളരെ മനോഹരമായിട്ട് ഇത്തരം കുട്ടികളിൽ ചെയ്യിപ്പിക്കുന്നതാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് സമയക്കുറവ് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. യോഗയില് ത്രാടകം, ഭ്രാമരി, നിങ്ങളൊന്ന് യൂട്യൂബിൽ പോയിട്ട് ഇപ്പൊ തന്നെ എന്താണ് ത്രാടകം, എന്താണ് ഭ്രാമരി എന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പഠനത്തെ വളരെയധികം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുമെന്ന് ഒട്ടനവധി ഗവേഷണങ്ങൾ നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ചാൻഡിങ്, എക്സസൈസ്, കളികള്, പിന്നെ കുറച്ച് പഠിക്കല്, പിന്നെ കുറച്ച് ആസനങ്ങള്, പിന്നെ കുറച്ച് ബ്രീത്തിങ്, പിന്നെ കുറച്ച് വീണ്ടും ചാൻഡിങ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ പാക്കേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സാറ്റർഡേ സൺഡേ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന ചില പ്രോഗ്രാംസുകൾ ഉണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം ചെയ്യുന്ന 1 മണിക്കൂറിന്റെ പ്രോഗ്രാംസുകളുണ്ട്. സാറ്റർഡേ സൺഡേ ഫുൾ ക്ലാസ്സുകൾ ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ആയുക്കാമില്, കോട്ടക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പാക്കേജുകൾ മുഴുവൻ പലയിടത്തും ഫ്രാഞ്ചൈസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതിഥി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകാർക്ക് ഞങ്ങൾ എന്ത് സഹായവും ചെയ്തു കൊടുക്കും. ആര് വന്നാലും ചെയ്തു കൊടുക്കും. അതിഥി ഗ്രൂപ്പ് മാത്രമല്ല, ഇനി ആര് വന്നാലും ഈ പാക്കേജുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ ജസ്റ്റ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒന്നുകിൽ എന്റെ നമ്പറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോട്ടക്കൽ ആയുർവേദ കോളേജിന്റെ ഇമെയിലിലോ ജസ്റ്റ് ഒരു റിക്വസ്റ്റ്, ഏത് സ്കൂളായാലും ഇനി ഏത് പഠന വൈകല്യങ്ങളെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങളായാലും ജസ്റ്റ് ഒരു മെയിൽ വിടുക, ഞങ്ങൾക്ക് ഈ സാധനം ചെയ്തു തരണമെന്ന് പറയുക. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1 ടീം ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ പാക്കേജുകൾ പഠിപ്പിച്ചു തരും. വരുന്നതിന് പോണതിന്റെ ചെലവ് നിങ്ങൾ എടുക്കേണ്ടി വരുന്നത് മാത്രമുള്ള. ജസ്റ്റ് ഞങ്ങൾ സാധാരണ ഒരു കാറിൽ വന്ന് അങ്ങോട്ട് പൊക്കോളാം, പെട്രോൾ അടിക്കാനുള്ള കാശ് തന്നാൽ മതി. വേറെ ഒരു ചെലവും അതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ഞങ്ങളുടെ അവിടുത്തെ ഈ സൗകര്യങ്ങളാണ്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സെന്ററുകൾ, കേരളത്തില് അതിഥി ഗ്രൂപ്പ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സെന്ററുകൾ, ഓരോ 30 കിലോമീറ്ററുകളിലും ഓരോ സെന്റർ തുടങ്ങാനുള്ള പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഇത് അത്തരത്തിലുള്ള സെന്ററുകളിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റിമുലേഷൻ ചെയ്യിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ. ഇത് ബോൾ പൂള്, അതുമാതിരി തന്നെ വിവിധ തരത്തിലുള്ള എക്സസൈസ് ചെയ്യാനുള്ള മാറ്റുകള്, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ അതിഥി ഗ്രൂപ്പിലും ഉണ്ട്. ഇപ്പൊ ആയുർവേദവും തെറാപ്പികളും കൈകോർക്കുമ്പോ വൈകല്യത്തെ കയ്യിലൊതുക്കാം എന്നാണ് അതിഥി ഗ്രൂപ്പിന്റെ ഒരു മുദ്രാവാക്യം തന്നെ. ആയുർവേദ ആൻഡ് തെറാപ്യൂട്ടിക് ഇന്റഗ്രേഷൻ. ആയുർവേദമുണ്ട്, തെറാപ്പികളുണ്ട്,
അവയൊക്കെ എല്ലാം കൂട്ടിച്ചേർന്നു. എഡ്യൂക്കേഷൻ തെറാപ്പി, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ആയുർവേദം, യോഗ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ചികിത്സാ രീതികളാണ് അതിഥി ഗ്രൂപ്പിൽ നടക്കുന്നത്. ഇത് കൊടുങ്ങല്ലൂരിനടുത്ത് വഴിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതിഥി ഗ്രൂപ്പിന്റെ ഫോട്ടോ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. പഠന വൈകല്യം അല്ലെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 4 കാരണങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. 1 സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളെ കൊണ്ട്, 2 പഠന സംബന്ധമായ വിഷയങ്ങളെ കൊണ്ട്, 3 സാമൂഹ്യമായ കാരണങ്ങൾ, 4 ശാരീരികമായുള്ള പ്രത്യേകതകൾ. ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നമല്ല. സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, യോഗ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ പറഞ്ഞ അതിഥി സെന്ററുകൾ ഉണ്ട്, കോട്ടക്കൽ ഉണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം. എഡ്യൂക്കേഷൻ തകരാറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കണക്ക് പഠിക്കാൻ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നും മനസ്സിലാക്കി തരാനുള്ള ആളുകളുണ്ട്. കുട്ടിയുടെ പ്രശ്നം ഇതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തത് മനസ്സിലാക്കി തരാൻ ആളുകളുണ്ട്. അതിനാണ് എഡ്യൂക്കേഷൻ തെറാപ്പി എന്ന് പറയും. ആ എഡ്യൂക്കേഷൻ തെറാപ്പിയിൽ പോയി കഴിഞ്ഞാൽ അത്തരം സംഗതികൾ എഡ്യൂക്കേഷൻ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മാറി കിട്ടും. സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് പല കുട്ടികളും പഠന വൈകല്യത്തിലേക്ക് തിരിയുന്നുണ്ട്. കൗൺസിലിംഗ് കൊടുക്കുക, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. ശാരീരികമായിട്ടുള്ള തകരാറുകൾ ഡോക്ടർമാരെ അത് കണ്ടുപിടിച്ച് കുറച്ച് ആയുർവേദവും യോഗയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആ സാധനങ്ങൾ ചെയ്ത് തീർക്കാമെന്നേ. പറഞ്ഞതിന്റെ അർത്ഥം പഠിക്കാത്ത കുട്ടികളെല്ലാം പഠന വൈകല്യമുള്ളവരാണെന്നില്ല. പക്ഷെ ഏത് പഠിക്കാത്ത കുട്ടിക്കും ഈ 4 കാരണങ്ങളിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ ഏത് പഠിക്കാത്ത കുട്ടിയായാലും ശരി, ഇതിലേത് കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. ടീച്ചർമാർക്ക് സുഖമായിട്ട് പറ്റും ഇത് കണ്ടെത്താനായിട്ട്. കുറച്ചൊരു ഈ പറഞ്ഞ ടീച്ചർമാർക്ക് മാത്രമായിട്ടുള്ള ചില ട്രെയിനിങ്ങുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ റിസോഴ്സ് ടീച്ചർമാർക്ക്, കംപ്ലീറ്റ് റിസോഴ്സ് ടീച്ചർമാർക്ക് ഒരു കൊല്ലം ഞങ്ങൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ട്രെയിനിങ് കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ എന്റെ ഓഡിയൻസിൽ ഇപ്പോ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ടീച്ചർമാരുണ്ട് എങ്കിൽ, അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ, ജസ്റ്റ് ഡ്രോപ്പ് എ മെയിൽ ടു ആയുർവേദ കോളേജ് കോട്ടക്കൽ. ദ ഹോൾ ഡിപ്പാർട്ട്മെന്റ് വിൽ കം ഓവർ ദർ. ഞങ്ങള് ഇതുമാതിരി ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, സൗജന്യമായി ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, ഇതാണ് അതിഥി വഴിയമ്പലത്തിലെ ടീമുകൾ. നോക്കുക, റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർ ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ട്, ബിഹേവിയർ ഭാവവൈകല്യങ്ങളെ പരിഹരിക്കുന്നവരുണ്ട്, എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ ഉണ്ട്. ഇങ്ങനെയുള്ളവരുടെ ഒരു കോമ്പിനേഷൻ ഇരുന്നാൽ മാത്രമാണ് ഇത് സക്സസ് ആവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് 10-15 മിനിറ്റോളം നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ചർച്ച ചെയ്യാം. ഇതിൽ മെസ്സേജുകളായിട്ട് നിങ്ങൾക്ക് അയക്കാം, അതിന് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഡോക്ടർ അരുൺ കബീർ, ആരൊക്കെ കൈ പൊക്കണെന്നുള്ളത് നോക്കിക്കോളൂ. സൂമിൽ ആരൊക്കെ കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു? ഒരു ചോദ്യം ചാറ്റ്, ഇറ്റ്സ് എക്കോയിങ്. അതില്ല, എക്കോ ഉണ്ടായിരുന്ന സമയത്താണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാരന്റ്സ്, ടീച്ചേഴ്സ്? ബബിത, ഡോക്ടർ ബബിത പറയൂ. തീർച്ചയായിട്ടും അതെങ്ങനെയാ വെച്ചാൽ ബ്രാഹ്മരി ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു പർട്ടിക്കുലർ രീതിയിൽ, ഒരു ക്വാണ്ടിറ്റിയിൽ ആ കുട്ടിയുടെ സ്വഭാവം നോക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിയൊന്നും ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള പരിഹാരങ്ങളുണ്ട്. അതിന് ശീതളി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ശീതളി. അതല്ലേ ചോദിച്ചത്? നമുക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസമുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാക്കാം. അത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഡൗൺ സിൻഡ്രോം ആണെന്ന് വിചാരിക്കുക, പ്രാമരി ഡെയിലി ചെയ്യണത് നല്ലതാ. മനസ്സിലാവുണ്ടോ? ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഇഷ്യൂ ആണെന്ന് വിചാരിച്ചോളൂ, ഡെയിലി പ്രാമരി ചെയ്യണത് നല്ലതല്ല. അതിനാണ് എപ്പോഴും ഒരു യോഗ ചെയ്ത് ശീലമുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ഇത് ചെയ്യണം എന്ന് പറയണ എന്റെ കാര്യം. ഓക്കെ, ചെയ്തോളൂ. ഹലോ ഡോക്ടർ. യെസ്, ഒരു മിനിറ്റ്. അതെ, അത് നല്ലതാണ്. ഇവിടെ മാഡത്തിന്റെ പേര് പറയൂ. ജെറിൻ ഷെർലി മോസസ്.
യെസ് മാഡം. അതെ, ഞാൻ ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന് വേണ്ടിയിട്ടാണ്. മോന് ചെറിയ അലർജി ഉണ്ട്. 9 വയസ്സാണ്. മോന് അലർജി 2-3 വർഷത്തോളം കൂടുതലായി. എന്നുവെച്ചാൽ രാവിലെ AC-യുടേതാണോ പൊടിയുടേതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ മെയിൻ ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്തോളം പൊടിയോ AC-യുടെ പ്രശ്നമാണ്. നാട്ടിൽ പോയാലും ആദ്യത്തെ കുറച്ച് ദിവസം പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും നാട്ടിൽ പോയാലും രാവിലെ എണീറ്റ് വെളുപ്പിന് തുമ്മലും, തുമ്മി ഒരു 5-6 തുമ്മല് തുമ്മും. പിന്നെ അന്നത്തെ ദിവസം ഫുള്ളും പഠനം എന്ന് പറഞ്ഞാല് ഹലോ ഡോക്ടർ, പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുട്ടിക്ക്? അവന് മാത്സ് പ്രശ്നമാണ് ഡോക്ടർ. ബാക്കിയുള്ള സബ്ജക്ട് അലർജി എന്ന് പറയുന്ന വിഷയം ഒരു ജീവിതശൈലി പ്രശ്നമാണ്. നിങ്ങൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തൈര് കഴിക്കാൻ പാടില്ല, വറുത്തവും പൊരിച്ചതും സാധനം കഴിക്കാൻ പാടില്ല, പാലുൽപ്പന്നങ്ങൾ കുറയ്ക്കുക, ചെമ്മീൻ, ഞണ്ട്, കക്ക, അയില കംപ്ലീറ്റ് ഒഴിവാക്കുക. എന്നിട്ട് ഡെയിലി നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക, മോശം പോകണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ട് ചില മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. മരുന്നുകൾ എനിക്കിപ്പോ ഇത് പറഞ്ഞു തരാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം വെച്ചാൽ കുറച്ചും കൂടി പരിശോധനകൾ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എന്റെ നമ്പർ ഉണ്ടാവും കയ്യിൽ. ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ തരാം. പക്ഷെ അരിത്തമാറ്റിക് ഡിസോർഡർ, മാത്തമാറ്റിക്കൽ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും ഖത്തറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പരിസരത്തുള്ള ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ്, BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിഥി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് നിങ്ങളൊന്ന് ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ഞാൻ ആ ടീമിനെ ഓൺലൈൻ അറേഞ്ച് ചെയ്തു തരാം. എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്താം. യാതൊരു തർക്കവും വേണം. ഓക്കെ. എന്നുവെച്ചാൽ മാത്സ് മാത്രമല്ല ഡോക്ടർ, അത് എന്ത് പഠിക്കാതിരുന്നാലും അപ്പോഴും ഈ തുമ്മല. അപ്പൊ ഈ തുമ്മല് കാരണമാണ് അവന് ഈ പഠിക്കാൻ പറ്റാതെ. 100% മാറുന്ന സാധനമാണ് തുമ്മല്. അതിനൊന്ന് കുറച്ചും കൂടി എനിക്ക് ഹിസ്റ്ററികൾ ആവശ്യമുണ്ട്. പക്ഷെ അത് ഈ പ്ലാറ്റ്ഫോമിൽ അതിന്റെ ചർച്ച അത് ഉചിതമല്ല എന്നുള്ളതിന്റെ പേരാണ്. പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് കോമൺ ഇഷ്യൂസ് ഫൗണ്ട് ഇൻ കിഡ്സ് നൗഡേയ്സ്. റഫീഖ് ടു എവരിവൺ. കോമൺ ഇഷ്യൂസുകൾ ഒട്ടനവധി ഉണ്ട്. ഞാൻ അതിലെ പഠനവൈകല്യം എന്ന് പറയുന്ന ഒരു ഇഷ്യൂനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഹേവിയർ ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡറുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ജിഷ ആൻഡ് സാനു, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പറയൂ. ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മള് മോൾക്ക് 12 വയസ്സായിട്ടുള്ള മോളാണ്. പുള്ളിക്കാരിക്ക് ഇപ്പൊ ഡോക്ടർ നേരത്തെ ഒരു 5 കാറ്റഗറി പറഞ്ഞല്ലോ. വായിക്കാനുള്ള വിഷമം, കണക്കിലെ വിഷമം. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ കാണുന്ന വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന് വിഷമമുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് അത് ഇംഗ്ലീഷ് പിന്നെ അവരുടെ പ്രൈമറി ലാംഗ്വേജ് ആയ കാരണം അത് അങ്ങനെ പിക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോ അടുത്തത് ഹിന്ദി എന്നുള്ള ലാംഗ്വേജ് ആണ് വളരെ ചാലഞ്ച് അനുഭവപ്പെടുന്നത്. ഇതിന്റെ കൂടെ ഈ കുട്ടിക്ക് ഒരു 70% ചെവിക്ക് കേൾവി ശക്തി ഇല്ല. അതൊരു ന്യൂറോ ഇടയിൽ വന്ന ഒരു സംഭവമാണ്. ഒരു 8 വയസ്സാകുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ആ കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാരീരിക തകരാറുള്ളതിന്റെ പേരിൽ മാത്രം ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. ഇനി അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. ഒന്നുകിൽ മലയാളമോ അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദി, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോ ആ ഗ്രിപ്പുള്ള ലാംഗ്വേജിനെ ബേസ് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഹിന്ദിയിൽ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. മാർക്ക് കൂട്ടാനായിട്ടുള്ള പരിശ്രമം നടത്തിക്കോളൂ. കൂടി കിട്ടണം എന്ന വാശി വേണ്ട. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി എന്ന് പറഞ്ഞ ലാംഗ്വേജ് കൊണ്ട് ആ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ഹിന്ദി സംസാരിക്കാനും അതുപോലെ തന്നെ ഹിന്ദി ഒന്ന് വായിക്കാനും പറ്റുമെങ്കിൽ ഒന്ന് എഴുതാനുമുള്ള ഒരു കപ്പാസിറ്റി കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ മേരാ നയ ബച്പൻ എന്ന് പറയുന്ന കവിത മുഴുവൻ ചൊല്ലിയാൽ മാത്രമേ ആ കുട്ടി വലുതായാൽ ശരിയാവുകയുള്ളൂ എന്നുള്ളതില്ലല്ലോ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ വീക്ക് ലാംഗ്വേജിൽ നമ്മൾ വെക്കണം. ടീച്ചേഴ്സിനോടും പറയണം. സ്ട്രോങ് ലാംഗ്വേജിൽ വേണം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള സാധനങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇപ്പൊ മാത്തമാറ്റിക്സ് ലാംഗ്വേജിലായിരിക്കണം. എന്നിട്ട് ഇതിനെ സെമാന്റിക് പ്രാഗ്മാറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ചില കംപ്ലൈൻസുകളായിട്ടാണ് ഇതിനെ പറയുന്നത്. അതിന് ചില ലാംഗ്വേജ് തെറാപ്പി ഉണ്ട്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിയിൽ ലാംഗ്വേജ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്.
അപ്പൊ ഈ MSALP എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിയിൽ MSLPയിൽ അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആരെയും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് അറേഞ്ച് ചെയ്തു തരാം. അങ്ങനെ ഒരാളെ കണ്ടിട്ട് വേണം ഇതൊന്ന് സംസാരിക്കാൻ. അത് പരിഹാരമുണ്ട്. ആ പരിഹാരം എന്ന് പറയുന്നത് ഹിന്ദിയിൽ A+ വാങ്ങുക അല്ലെങ്കിൽ വീക്കർ സബ്ജക്റ്റിൽ A+ വാങ്ങുക എന്നുള്ളതല്ല. പക്ഷെ ആ കുട്ടിയുടെ ലാംഗ്വേജ് കൊണ്ട് ആ കുട്ടിക്ക് സംഭവിക്കാനിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ തിരുത്താൻ കഴിയും. മനസ്സിലായിട്ടോ. ഒരു കൺസേൺ കൂടി ചോദിച്ചോട്ടെ അതിന്റെ കൂടെ. ഈ അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കാനുള്ള വിഷമം എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു. ആ ഒരു കാര്യം ഈ കുട്ടി നമ്മൾ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഇപ്പോഴത്തെ ഒരു ദുരന്തം എന്ന് പറയുന്നത് 2 ടൈപ്പ് മെമ്മറി മാത്രമേ അകത്ത് കയറുള്ളൂ. ഒന്ന് ഓഡിറ്ററി, 2 വിഷ്വൽ. കാണുകയും കേൾക്കുകയും മാത്രമാണ് അവർ അനുഭവിക്കുന്നില്ല. സൊമറ്റോ സെൻസറി നേരിട്ടൊരു ടീച്ചർ വന്നിരിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നം. അപ്പൊ ഈ ശ്രദ്ധ എന്ന് പറയുന്ന സാധനം കുറഞ്ഞ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിർബന്ധമായും ഓൺലൈൻ പഠനം അവർക്ക് ബോറടിക്കുമ്പോൾ നിർത്തിയിട്ട് ആ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് പാരലലി ഫിസിക്കലി ഒരാള് അത് പഠിപ്പിക്കാൻ തയ്യാറാവണം അത്തരം കുട്ടികളെ. 1. 2, നിർബന്ധമായും കോൺസെൻട്രേഷൻ കുറവുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ബാംഗ്ലൂർ ആണ് എങ്കിൽ ബാംഗ്ലൂര് ഞാൻ 1-2 കോണ്ടാക്ട്സ് ഞാൻ ബാംഗ്ലൂരുള്ളത് തരാം. ഞാൻ കുറച്ച് കോണ്ടാക്ട്സുകൾ ബാംഗ്ലൂരുള്ളത് തരാം. അവിടെ ഈ യോഗയും ആയുർവേദവും ഞാൻ ഈ പറഞ്ഞ പ്രോട്ടോകോൾസുകൾ ചെയ്യുന്നതായിട്ടുള്ള ചില സെന്ററുകൾ ഉണ്ട്. അവരുടെ കോണ്ടാക്ട്സ് ഞാൻ തരാം. നിർബന്ധമായി അവരെ കാണുക. കുറച്ച് ആയുർവേദ ധാരയ്ക്കൊക്കെ റോൾ ഉണ്ട്, കുറച്ച് മരുന്നിന് റോൾ ഉണ്ട്, കുറച്ച് യോഗയ്ക്ക് റോൾ ഉണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഗൂഗിൾ മീറ്റിൽ നേരത്തെ ഏതോ ഒരു മേഡം വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്. Sir, I have a question. Yes. I'm from Bangalore. Okay. My daughter is 9 years old. Okay. She is having a problem of trembling in her hands. Okay. So she is not able to write properly. That has to be diagnosed properly. Whether have you consulted any neurologist? No. If tremor is there in the hand, certainly you should first consult a neurologist and it should be diagnosed properly. What is the reason for this trembling? Okay. Accordingly, there are lot of solutions for that, but it has to be diagnosed at the earliest. Don't make it late. Okay. Normally that may be a simple reason of anxiety, but it should be diagnosed by a neurologist. Okay. Okay. Yeah, sure. Thank you. Yes, Google Meet ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു question, sir, my daughter is 9-year-old. She is not able to write properly. She is very slow. What could be the reason? അത് ശാന്തി It was me, sir. Yeah. Fine. Thank you. അതിന് ഈ പറയുന്ന എക്സസൈസുകളൊക്കെ വളരെ ഉപകാരം ചെയ്യും കേട്ടോ. ബാംഗ്ലൂർ തന്നെ ഞാൻ അതിനുള്ള കോണ്ടാക്ട്സ് ഞാൻ തരാം കേട്ടോ. റൈറ്റ്. ഹലോ ഡോക്ടർ. ഞാൻ കണ്ണൂർ തളിപ്പറമ്പിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. അപ്പൊ ഞാൻ ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അവസരത്തിൽ ഒരുപാട് സ്പെഷ്യൽ കുട്ടികള് ഒരു ക്ലാസ്സിൽ തന്നെ 8ഉം 10ഉം കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു 10ാം ക്ലാസ്സിൽ ഒരു 3 ഡിവിഷൻ നോക്കുമ്പോഴേക്കും ഒരു 12 കുട്ടികളോളം ആ പ്രത്യേക രീതിയിൽ എക്സാം എഴുതിയിരുന്നു. അപ്പൊ നമ്മുടെ ഈ കണ്ണൂർ ഒരു അതിഥി പോലെയുള്ള ഒരു സെന്റർ തുടങ്ങാൻ നമുക്ക് സാധിക്കുമോ? കാരണം ഇവിടെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങള് കണ്ണൂര് അത് നോക്കൂ. ഈ അതിഥി ഗ്രൂപ്പ് ഞാൻ നന്നായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഒരു പ്രത്യേകത, അവര് ഒന്നുകിൽ ഈ സ്പെഷ്യൽ ടീച്ചർമാർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പ്രശ്നമുള്ളവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഇത്രയും ആളുകൾക്ക് ഇത് കൊടുക്കുള്ളൂ. വന്നാൽ കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഹൈലി ബിസിനസ് മോട്ടീവ് ആയിട്ട് മുന്നിട്ടിറങ്ങുന്ന ബിസിനസ് പേഴ്സൺസ് ഒരുപാട് വരുന്നുണ്ട്. അവർക്ക് ഇത് കൊടുക്കില്ല. കാരണം വെച്ചാൽ അതിഥി ഗ്രൂപ്പില് ഓരോ ചാർജുകൾ വരെ അവർ സെൻട്രലി പ്ലേസ്ഡ് ആണ്. അതായത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും 300 രൂപ 400 രൂപ ഒരു തെറാപ്പി സെഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ ഇവര് 250 രൂപ 200 രൂപ ഒക്കെയാണ് ഇവരുടെ ചാർജുകൾ. അങ്ങനെ ഹൈലി പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത ഈ പറഞ്ഞമാരെ തന്നെ അതിഥിയുടെ മിനിമം ഇൻഫ്രാസ്ട്രക്ചർ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്റെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയും. ഞാൻ അവരുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കാം. ആ ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദർ പ്രൊസീഡിങ്സിൽ അവർ ചെയ്തു തരും. ഓക്കെ ഡോക്ടർ, താങ്ക് യു.
യെസ്, ഗൂഗിൾ മീറ്റില് ആഷ് ആൻഡ് ഷാ വ്ലോഗ്. യെസ്, പറയൂ മാഡം. പറയൂ മാഡം. ആ ആ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരുന്ന ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം സൈക്കോളജിക്കലാണ്. അതല്ല എങ്കിൽ പിന്നെ ആഹാ, അതന്നെയാ അതിന്റെ കാര്യം. അപ്പൊ ഉറപ്പല്ലേ? നോക്കൂ, അതെ, ചെറിയൊരു റൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ എൻ്റെ മോന്റെ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ മോൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സ്ക്വയർ ബുക്ക് എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, സ്ക്വയർ ബുക്ക് എഴുതാൻ ഇവന് ഭയങ്കര മടിയാണ്. അപ്പൊ മടിയായപ്പോ അമ്മയും മോനും ഭയങ്കര ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവസാനം ഞാൻ അവരെ വിളിച്ചിട്ട് ബൈക്കിൽ എടുത്തിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ ചോദിച്ചു, നീ എന്താ ഇത് എഴുതാത്തത് എന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, അച്ഛ എനിക്ക് എഴുതാൻ എനിക്കറിയാം, ഞാൻ നന്നായിട്ട് എഴുതുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇത് മുഴുവൻ എഴുതുന്നതെന്ന് ചോദിച്ചു എന്നോട്. അത് വളരെ മനോഹരമായി ഞാൻ അവനോട് അത്രയും മിങ്കിൾ ചെയ്ത് ചോദിച്ച കാരണമാണ് അവനത് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തന്നെ അവന്റെ സ്ക്വയർ ബുക്ക് 4 കട്ട് ചെയ്തു ചെറിയ സ്ക്വയർ ബുക്ക് ആക്കി. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് അവൻ സ്കൂൾ വിട്ട് വന്ന് ആദ്യം സ്ക്വയർ ബുക്ക് കണ്ട് എഴുതി തീർക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഹെസിറ്റേഷൻ എന്താണ് എന്നുള്ളത് ഒന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റിനെ കണ്ടുവന്ന് നിങ്ങളൊന്ന് ആ കുട്ടിയുടെ കുറച്ച് ഒരു ഫ്രീ ഇന്ററാക്ഷൻ ഉറപ്പുവരുത്തിയിട്ട് ആ ഒരു മടിയുടെ കാരണം കണ്ടുപിടിച്ച് അത് എൻകറേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പരിഹാരമുള്ള വിഷയമാണ്. ഓക്കെ, ഒരു ലൈൻ വിട്ട് എഴുതുക എന്നുള്ള ശീലം ഉണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അത് ഒരു കാര്യം ഉറപ്പാക്കുക, ആ ലൈൻ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ലൈനിൽ വിടണം, അല്ലെങ്കിൽ എഴുതാനുള്ള ലൈൻ വിട്ടു എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. പ്രൊപ്പോസഡ് അസൈൻമെന്റ് വിട്ട് കളയുന്നത് അല്ലേ? ഓക്കെ. ഒരു അസൈൻമെന്റ് കൊടുത്തതിലെ ചില ലൈൻസുകൾ മിസ്സാക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. അത് കൃത്യമായിട്ട് അവരെ കുറച്ചൊന്ന് എഡ്യൂക്കേഷൻ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാവുന്ന സാധനമുള്ളൂ കേട്ടോ. അത് അതിന്റെ ഇമ്പോർട്ടൻസും അതിൽ എഴുതിയാൽ കിട്ടുന്നതായിട്ടുള്ള റിവാർഡ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. അത് എഴുതിയാൽ കിട്ടുന്നതായിട്ടുള്ള കൂടുതൽ, കൊച്ചുകുട്ടികൾക്ക് സ്റ്റാർ കൊടുക്കൂലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ എഴുതിയാൽ കിട്ടുന്നതായിട്ടുള്ള പോസിറ്റീവ് റിവാർഡും. യെസ്. അതിൽ പലപ്പോഴും പാരന്റ്സിന് അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവാറുണ്ട്. തൊട്ട അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ പതുക്കനെ ഇതിന്റെ സഹായം തേടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവരോടൊത്തൊന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ സാധനം കുറച്ചുകൂടി നീറ്റായിട്ട് എഴുതാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത് ഒന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രം ആവശ്യമുള്ളതാണ്. അതിന്റെ പേരിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ജസ്റ്റ് കണ്ട് ഈ വിഷയം ഈ എഡ്യൂക്കേഷൻ തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കുക, അതിന് പരിഹാരം കണ്ടെത്താം. എവിടെയുള്ളത്? നിങ്ങൾ സൗദിയിലാ? ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. ഞാനൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ തരപ്പെടുത്തി തരാം. എന്നെ ഒന്ന് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യൂ. ഞാൻ അങ്ങനത്തെ ഒരാളെ കൊണ്ട് ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ തരപ്പെടുത്തി തരാം. ഓക്കെ, നെക്സ്റ്റ്. ബൈ. സർ, ഒരു ജീവൻ ജോർജ് ചാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. Any facilities for special education and hyperactivity in Alleppey district? Okay. Alleppey district, ജീവൻ ജോർജ്, അതിലൊന്നും മറുപടി ഒന്ന് ചാറ്റ് ചെയ്തോളൂ ഡോക്ടറെ. ആലപ്പി ഡിസ്ട്രിക്റ്റിലെ അതിഥി വരാനിരിക്കുന്നുണ്ട്, ഡോക്ടർ ദിവ്യ. പിന്നെയുള്ളത് ആലപ്പി ഡിസ്ട്രിക്റ്റില് സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളത് ആലപ്പി ഡിസ്ട്രിക്റ്റില് കോണ്ടാക്ട്സ് ഉണ്ട്. അല്ല, ഡിസ്കഷൻ ഈസ് കണ്ടിന്യൂയിങ്. ഡോക്ടർ ദിവ്യ ഫ്രം ആലപ്പുഴ അപ്രോച്ച് ഒരു സെന്റർ തുടങ്ങാനായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങുന്നുണ്ട്. അറ്റ് ദ മീൻ ടൈം ഒരു കാര്യം ചെയ്യൂ, കീപ് ഇൻ ടച്ച് വിത്ത് ഡോക്ടർ അരുൺ കബീർ ഓർ മീ. ഞങ്ങള് ഇപ്പൊ ആലപ്പുഴയിലെ ചെയ്യാവുന്ന ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങള് ഞങ്ങൾ നിങ്ങൾക്ക്
മെസ്സേജ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ ഡോക്ടർ. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ ആയി, ചർച്ചകളായി. 4:45 ഡോക്ടർ അരുൺ കബീർ ഒരു വോട്ട് ഓഫ് താങ്ക്സ് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്ന കോട്ടക്കലായ കോളേജിലെ നമ്മുടെ ഡോക്ടർ ദിനേഷിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കുചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ ടീച്ചേഴ്സും മറ്റു പലർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.